എല്ലാവർക്കും നമസ്കാരം. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എങ്ങനെയുണ്ടായി എന്ന് ഉള്ള ചരിത്രമാണല്ലോ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത്. അതിന് മുന്നോടിയായ സംഭവമാണ് ആദ്യം പറഞ്ഞത്. ഇന്ന് നേരെ ആ വിഷയത്തിലേക്ക് തന്നെ വരാം. പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള അതിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഞാനത് കുറച്ച് കൂടുതൽ രാഘവന്റെ വാക്ക് തന്നെ വായിക്കാനുള്ളത് കൊണ്ട് പറയാനുള്ളത് കൊണ്ട് ഞാൻ ആമുഖമോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. നേരെ എം.വി. രാഘവൻ എഴുതി വെച്ചിരിക്കുന്നത് CPM-ന്റെ എക്കാലത്തെയും വലിയ നേതാവായ എം.വി. രാഘവൻ പറഞ്ഞത് തന്നെ ഞാൻ പറയാം. അപ്പോൾ പിന്നെ അത് നുണയാണോ നേരാണോ എന്നുള്ളതിൽ തർക്കം വേണ്ടല്ലോ. ആശുപത്രി മെഡിക്കൽ കോളേജ് സമുച്ചയത്തിന് വേണ്ടി രൂപം കൊണ്ട സഹകരണ സംഘത്തിന് ഏതു സമയത്തും ട്രസ്റ്റിന്റെ ഭരണസമിതി അംഗങ്ങളെ പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. 162 കോടി രൂപയുടേതായിരുന്നു പദ്ധതി. ഇതിന്റെ മുഴുവൻ ആസ്തിയും ഗവൺമെന്റ് ഭൂമി അടക്കം ഈ സഹകരണ സംഘത്തിന്റെ പേരിലാണ്. ട്രസ്റ്റിന് പണമിടപാട് യാതൊന്നും ഇല്ലതാനും. വസ്തുതകൾ ഇതായിരിക്കെ മുഖ്യമന്ത്രി K. കരുണാകരൻ ചെയർമാനും ഞാൻ വൈസ് ചെയർമാനുമായ ട്രസ്റ്റിന്റെ, ഞാനെന്ന് പറഞ്ഞാൽ എം.വി. രാഘവൻ, ട്രസ്റ്റിന്റെ ഭരണസമിതി മെഡിക്കൽ കോളേജിനെ സ്വകാര്യ സ്വത്താക്കുന്നു എന്ന കുപ്രചരണമാണ് CPM ആദ്യം മുതൽ അഴിച്ചുവിട്ടത്. ആടിനെ പട്ടിയാക്കാൻ ഇവർക്കുള്ള മിടുക്ക് ഒന്ന് വേറെ തന്നെയാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ കഴിവുകളിൽ ഒന്നാണ് ആടിനെ പട്ടിയാക്കുക, സത്യത്തെ നുണയാക്കുക, നുണയെ സത്യമാക്കുക എന്നുള്ളത്. അത്തരം നുണകൾ അവർ തെരഞ്ഞെടുപ്പ് കാലത്തും ധാരാളം പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഇന്ന് പുതിയ ഒരു നുണ അവർ പറഞ്ഞിറക്കിയിട്ടുണ്ട്. RSS ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ എതിരാണെന്ന് പണ്ടുകാലം തൊട്ടേ പറയുന്ന ഒരു പുതിയ നുണ അവർ ഇന്ന് പറഞ്ഞിറക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ മേലെയുള്ള ചർച്ചകൾ ജനങ്ങളിൽ നിന്ന് തിരിച്ചുവിടണം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ച്, പിണറായി വിജയനെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുമുള്ള ചർച്ച നടന്നാൽ അവർക്ക് പച്ച തപ്പാൻ കഴിയില്ല എന്നറിയാം. അപ്പൊ ആ ചർച്ച ഇല്ലാണ്ടാക്കാൻ അവരുടനെ RSSന്റെ പഴയ ആരോപണം, RSSനെതിരായ പഴയ ആരോപണം എടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതിനുള്ള മിടുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്ന് ആ പാർട്ടിയുടെ തന്നെ നേതാവായ എം.വി. രാഘവനാണ് പറയുന്നത്. ആടിനെ പട്ടിയാക്കാൻ ഇവർക്കുള്ള മിടുക്ക് ഒന്ന് വേറെ തന്നെയാണ്. മെഡിക്കൽ കോളേജ് പദ്ധതിയെ ആദ്യം എതിർത്തത് EMS നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ കണ്ണൂരിൽ ഒന്നിന്റെ ആവശ്യമെന്ത് എന്നായിരുന്നു EMS ചോദിച്ചത്. മലബാർ യൂണിവേഴ്സിറ്റി പ്രോജക്ടിനെതിരെയും ഇതേ വാദം EMS ഉയർത്തിയിരുന്നു. ഒന്നുള്ളപ്പോൾ മറ്റൊന്നെന്തിനാണെന്ന് ചോദിക്കുന്ന രീതി പണ്ടേ അവർക്കുള്ളതാണ്. എന്നിട്ട് അവസാനം ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയത് അവരുടേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യും. അതാണ് അവരുടെ രീതി. ഈ എതിർപ്പുകളും ഒക്കെ അവഗണിച്ച് അവസാനം പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടായി. അതിനെ തുടർന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സായുജ്യത്തിൽ ജനങ്ങൾ അമരുമ്പോൾ CPM-നാകട്ടെ കലിതുള്ളൽ. ദേശസ്നേഹത്തെക്കാൾ അവരെ നയിച്ചത് എന്നോടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ വികാരമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജും ആശുപത്രിയും നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ അവർ കച്ചകെട്ടി ഇറങ്ങി. ഉദ്ഘാടനം നടത്തിക്കില്ല എന്നുവരെ അവർ പ്രഖ്യാപിച്ചു. അതിനുള്ള കോപ്പും കൂട്ടി. മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നത് നാട്ടുകാർക്കാണ് അതിന്റെ ഗുണം. അത് തകർക്കാൻ വേണ്ടി എന്തിനാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഏതായാലും ബാക്കി പറയാം. കേന്ദ്ര ആരോഗ്യമന്ത്രി A.R. ആന്തുലയായിരുന്നു ഉദ്ഘാടകൻ. മന്ത്രി ആന്തുലയെ വഴിയിൽ തടയാനായിരുന്നു DYFI തീരുമാനം. അതിനുള്ള തയ്യാറെടുപ്പും നടത്തി. തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ കല്ല്, കുഴി, ബോംബ് ഇത്തരം സാധനങ്ങളൊക്കെ ആണല്ലോ അവരുടെ തയ്യാറെടുപ്പെന്ന് പറയുന്നത്. അങ്ങനെയുള്ള തയ്യാറെടുപ്പ് നടത്തി മുഖ്യമന്ത്രി K. കരുണാകരനുമായി ആലോചിച്ച് മന്ത്രി ആന്തുലയെ ഹെലികോപ്റ്ററിൽ പരിയാരത്ത് എത്തിച്ച് ഉദ്ഘാടനം നടത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ചെയ്തു. ഉദ്ഘാടനം ആന്തുലയെ നേരിട്ട് കൊണ്ടുവന്ന് നടത്തി. CMB-ക്കും എനിക്കും എതിരെയുള്ള സമരങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വന്നപ്പോൾ എന്നെ ശാരീരികമായി വകവരുത്താനായി അവരുടെ നീക്കം. ആ പരിയാരം മെഡിക്കൽ കോളേജിനെ തടയാൻ ശ്രമിച്ചു. പിന്നീട് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം തടയാൻ ശ്രമിച്ചു. ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് ഉദ്ഘാടനം നടത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ തന്നെ ഈ കാര്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പഠിപ്പിച്ച രാഘവനെ തന്നെ കൊന്നുകളയാം. അതാണല്ലോ അവരുടെ രീതി. അതിനുള്ള ശ്രമമായി. അതിനുള്ള പരിപാടികൾ CPM നേതൃത്വം ആവിഷ്കരിച്ചു. ആ ഗൂഢാലോചനയുടെ അനന്തരഫലമായിരുന്നു കൂത്തുപറമ്പ് സംഭവം. മനസ്സിലായല്ലോ. ഈ കാലങ്ങളായി എം.വി. രാഘവൻ എന്ന അവരുടെ തന്നെ
മൂത്ത സഖാവിനെ കൊല്ലുവാനും ഉന്മൂലനം ചെയ്യുവാനും നടത്തിയ അനേകം പരിശ്രമങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഈ ഇത്തരം കാര്യങ്ങളും പരിയാരം മെഡിക്കൽ കോളേജ്, അതുപോലെ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രവും ആശുപത്രിയും ഇതൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ട് അതൊക്കെ നടപ്പായി. അപ്പോൾ ഇനി ഇയാളെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കൊന്നുകളയാം എന്ന് തീരുമാനിച്ചു. അതിനുള്ള പരിശ്രമത്തിന്റെ പരിണത ഫലമായിരുന്നു കൂത്തുപറമ്പ് സംഭവം എന്നാണ് എം വി രാഘവൻ തന്നെ പറയുന്നത്. സഖാവ് എം വി രാഘവൻ, CPMന്റെ നേതാവായ എം വി രാഘവൻ. കൂത്തുപറമ്പ് സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിനെത്തുന്ന എന്നെ അവിടെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാനായിരുന്നു പരിപാടി. ടൗൺ ഹാളിന് 30 മീറ്റർ അകലെ എത്തിയപ്പോൾ പൈലറ്റ് ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനവ്യൂഹത്തിന്റെ യാത്ര നിലച്ചു. ആയിരക്കണക്കിന് പേർ വഴി തടഞ്ഞിരിക്കുന്നു. 4 ഭാഗത്തു നിന്നും ഏറു വന്നു. ഡിവൈഎസ്പി ഹക്കീം ബത്തേരിക്കായിരുന്നു എന്റെ സുരക്ഷാ ചുമതല. ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എന്റെ കാർ വളഞ്ഞ് സുരക്ഷാ വലയം സൃഷ്ടിച്ചു. പോലീസ് ലാത്തി വീശി വഴിയുണ്ടാക്കി എന്നെ ടൗൺ ഹാളിലേക്ക് നയിച്ചു. ടൗൺ ഹാളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. കൊലവിളി നടത്തുന്ന CPM DYFI ഗുണ്ടകൾ. മനസ്സിലായല്ലോ ആരാണ് ഗുണ്ടകൾ, ആരാണ് കൊലവിളി നടത്തുന്നത് എന്ന് അവരുടെ തന്നെ നേതാവ് പറയുകയാണ്. CPM DYFI ഗുണ്ടകൾ. ഈ ബഹളത്തിനിടയിൽ ഞാൻ പ്രസംഗിച്ചു. പെട്ടെന്ന് പിറകിൽ നിന്ന് കസേര കൊണ്ട് അടി വന്നു. എന്റെ തലയ്ക്ക് അടിയേൽക്കും മുമ്പ് ഗൺമാൻ റോബർട്ട് അത് തടഞ്ഞു. ആക്രോശങ്ങളും ഏറും തുടരുമ്പോഴും മിനിറ്റുകളോളം പ്രസംഗിച്ച് ഞാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പോലീസ് വലയത്തിനുള്ളിൽ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. കാറിൽ കയറ്റി. പുറത്തും ശക്തമായ കല്ലേറ്. വാഹനത്തിന് മുന്നോട്ട് പോകാൻ വയ്യാതെ വന്നപ്പോൾ പോലീസ് ലാത്തി വീശി അക്രമികളെ പായിച്ച് എന്റെ വാഹനം മുന്നോട്ട് നയിച്ചു. ഇടറോഡുകൾ താണ്ടി അഞ്ചരക്കണ്ടി വഴിയായിരുന്നു കണ്ണൂരിലേക്കുള്ള യാത്ര. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തി. കുറെ കഴിഞ്ഞ് കൂത്തുപറമ്പിൽ പോലീസ് വെടിവെച്ചതായും 3 പേർ മരിച്ചതായുമുള്ള വിവരം ലഭിച്ചു. ഏറെ വൈകാതെ മരണസംഖ്യ 5 ആണെന്നും അറിഞ്ഞു. അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു. ഈ സംഭവത്തിനെ തുടർന്ന് അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു കൂത്തുപറമ്പിലെന്നാണ് പിന്നീട് ലഭിച്ച വിവരം. പോലീസുകാരെയും മർദ്ദിച്ചു. 100ഓളം പോലീസുകാർക്കാണ് പരിക്കേറ്റത്. നിരവധി ഡിവൈഎസ്പിമാരും CIമാരും SIമാരും ആശുപത്രികളിലായി. പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ പല CPMക്കാരുടെയും കാലുകളും നെഞ്ചും ഒക്കെ കട്ടിയുള്ള പാടുകൊണ്ട് കെട്ടിയിരുന്നതായി ആശുപത്രി അധികൃതർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. FIRലും മറ്റും ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പോലീസിലെ പലരും പിന്നീട് അത് രഹസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. കാൽമുട്ടിലും നെഞ്ചിലും ഒക്കെ വലിയ പാട് കെട്ടിയിട്ടാണ് DYFIക്കാർ എപ്പോഴും ഇതുപോലെ ജനകീയ പ്രതിരോധം എന്ന പേരിൽ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാൻ വരുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അവർ കയറ് കൊണ്ടാലും ഒന്നും പറ്റാതെ പണ്ട് കാലത്ത് യുദ്ധം നടത്തുമ്പോൾ പടച്ചട്ടയടിയുന്നു എന്ന് പറയുന്നത് പോലെ ജനാധിപത്യത്തിൽ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ തയ്യാറാകുമ്പോൾ ആ തയ്യാറാകുന്നതിന്റെ ഭാഗമായി മുട്ടിലും നെഞ്ചിലും ഒക്കെ പുറത്തുമൊക്കെ പാടുവെച്ച് കെട്ടിയിട്ട് എതിരാളികളെ ആക്രമിക്കുക. പോലീസ് അടിച്ചാൽ പരിക്കേറ്റു എന്ന വ്യാജേന ആശുപത്രിയിൽ കിടക്കുക, കള്ളക്കേസ് ഉണ്ടാക്കുക. ഇതാണ് അവരുടെ പതിവ് പരിപാടി എന്നുള്ളത് എം വി രാഘവൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നീട് പാനൂർ നിയോജക മണ്ഡലത്തിൽ പിന്നീട് നടന്ന അക്രമങ്ങൾ വ്യാപകമായി നടന്നു. കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ തുടർന്ന് കണ്ണൂർ കത്തി. നവംബർ 25-26 തീയതികളിൽ ജില്ലയിലുടനീളം കൊള്ളയും കൊള്ളിവയ്പുമായിരുന്നു. CMB ജില്ലാ സെക്രട്ടറി P. ബാലൻ മാസ്റ്ററുടെ പയ്യന്നൂരിലെ വീട് പൂർണ്ണമായും അടിച്ചു തകർത്തു. വീട്ടുപകരണങ്ങൾ കിണറ്റിൽ തള്ളി. ഇലക്ട്രിക് സാമഗ്രികൾ എടുത്തുകൊണ്ടുപോയി. പയ്യന്നൂരിലെ എവറസ്റ്റ് ലോഡ്ജ് ആക്രമിക്കപ്പെട്ടു. 112 മുറികളിലെയും ഉപകരണങ്ങൾ അടിച്ചു തകർത്തു. കൌണ്ടറിലെ പണം കവർന്നു. 2 ആഴ്ച മുമ്പ് തുടങ്ങിയ ചൈത്രം ഹോട്ടലിനും ഇതുതന്നെ സംഭവിച്ചു. വെള്ളൂരിലെ അന്ത്രുവിന്റെ വീട് കൊള്ളയടിച്ച ശേഷം തീയിട്ടു. കുറ്റൂരിലെ ഒരു ചുടുകട്ട നിർമ്മാണ യൂണിറ്റ് ബോംബ് വെച്ച് തകർത്തപ്പോൾ 7 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. തലശ്ശേരിയിൽ ബ്ലോക്ക് ഓഫീസ്, AEO ഓഫീസ്, പഴശ്ശി പ്രോജക്ട് ഓഫീസ്, പഴശ്ശി വില്ലേജ് ഓഫീസ്, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവ കട്ടയും ചാരവുമായി. കാർഷികോൽപ്പന്നങ്ങൾ വെട്ടിനിരത്തി. വെട്ടിക്കളയാൻ പ്രയാസമുള്ളവ രസം വെച്ച് ഉണക്കി. മനസ്സിലാവുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നതിനെയാണ് ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവർ ജനാധിപത്യം സംരക്ഷിക്കുക? ഇതര രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ അവർക്ക് വിരോധമുള്ള അവരുടെ തന്നെ കൂട്ടത്തിലുള്ളവരോട് അവർക്കിഷ്ടമില്ലാത്ത എന്തിനേയും എങ്ങനെയൊക്കെയാണ് തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിന്റെ നേർ
അനുഭവമാണ് ഇവിടെ സഖാവ് രാഘവൻ വിശദീകരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർ ആ പാർട്ടിയിലുണ്ടെങ്കിൽ, അവർ വോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി, പാപ്പിനിശ്ശേരി, ചക്കരക്കല്ല്, പ്രാപ്പോയിൽ, പാച്ചപ്പൊയ്ക, ചെറുകുന്ന്, എടയന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഹകരണ സംഘങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ആക്രമിക്കപ്പെട്ട, കൊള്ളയടിക്കപ്പെട്ട നൂറുകണക്കിന് സംഘങ്ങളാണ് ഉള്ളത്. വനിതാ സഹകരണ സംഘങ്ങൾ പെരിങ്ങോം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി, പയ്യന്നൂർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി, ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി, പാട്യം മാർക്കറ്റിംഗ് സൊസൈറ്റി, വിളയങ്കോട് കൺസ്യൂമർ സ്റ്റോർ, കൂത്തുപറമ്പ് മാർക്കറ്റിംഗ് സ്റ്റോർ, മട്ടന്നൂർ റൂറൽ ബാങ്ക് ശാഖ, കൂത്തുപറമ്പ് അർബൻ ബാങ്ക് ശാഖ എന്നിവ എടുത്തു പറയേണ്ടവയാണ്. സംഘങ്ങൾ ആക്രമിക്കാനുള്ള പ്രധാന കാരണം ഞാൻ സഹകരണ മന്ത്രിയായിരുന്നു എന്നുള്ളതായിരുന്നു. ഇതാണ് സ്ഥിതിയെങ്കിൽ നാളെ ഞാൻ ആരോഗ്യമന്ത്രിയായാൽ കേരളത്തിലെ ആശുപത്രികളൊക്കെ നശിപ്പിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ബുദ്ധി. അവര് ഒരാളെ എതിർക്കുമ്പം അയാൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയെ മുഴുവൻ അടിച്ചു തകർക്കുക. ഇപ്പൊ കൃഷിമന്ത്രിക്കെതിരെയാണെങ്കിൽ നാട്ടിലെ കൃഷിവിളകളെല്ലാം വെട്ടി നശിപ്പിക്കുക, എന്നിട്ട് ജനാധിപത്യ സംരക്ഷണമാണെന്ന് പറയുക. ഇത്തരം വിഡ്ഢികളെ കൊണ്ട് നടക്കുന്നവരെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. അവർ വോട്ട് ചെയ്യുന്നവരോളം പമ്പര വിഡ്ഢികൾ ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പാനൂർ നിയോജക മണ്ഡലത്തിൽ നിരവധി മദ്രസകളും ചില പള്ളികളും ആക്രമണത്തിന് ഇരയായി. ഇതാ ഇന്നും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം മുഴുവൻ DFIക്കാര് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ വോട്ട് തരണം, RSSകാര് മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ പോവുകയാണ്, അവരിപ്പോ കൊല്ലും, നാളെ കൊല്ലും, മറ്റന്നാൾ ഓടിക്കും, ചുടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തി ഇന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ അവർ നോക്കും എന്ന് തോന്നുമ്പോഴൊക്കെ മതവിശ്വാസികളെ പേടിപ്പിക്കുകയാണ് പതിവ്. കോൺഗ്രസ്സുകാരും അത് തന്നെയാണ് ചെയ്യുന്നത്. ആ പണി ചെയ്തു അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ പക്ഷേ ചെയ്തത് രാഘവനോടുള്ള വിരോധത്തിന്റെ പേരിൽ കണ്ണൂരിലും മലബാറിലെമ്പാടും അക്രമങ്ങൾ നടത്തിയപ്പോൾ മദ്രസകളും പള്ളികളും ആക്രമണത്തിനിരയാക്കി എന്ന് പറയുന്നത് CPMന്റെ തന്നെ നേതാവായി മരിച്ചൊടുങ്ങിയ രാഘവനാണ് എന്നുള്ളത് മറന്നുപോകരുത്. മുസ്ലിം സമുദായം കാട്ടിയ സഹിഷ്ണുത ദുരന്തങ്ങൾ ഒഴിവാക്കി. കോൺഗ്രസ് ഐന്റെയും മുസ്ലിം ലീഗിന്റെയും CMBയുടെയും 300-ലധികം ഓഫീസുകളാണ് തകർക്കപ്പെട്ടത്. ഓഫീസ് ഉപകരണങ്ങളൊക്കെ കൊള്ള ചെയ്തു. ജനാധിപത്യം സംരക്ഷിക്കുകയാണ്. വടക്കേ മലബാറിൽ കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും മുൻ MLAയുമായ EP കൃഷ്ണൻ നമ്പ്യാരുടെ കൊളച്ചേരിയിലെ ശവകുടീരം അടിച്ചു തകർത്തു. ശവകുടീരം പോലും സഹിക്കാൻ കഴിയാത്തവനാണ് സഹിഷ്ണുതയെക്കുറിച്ച് വാചാലരാകുന്നത്, വിശാലതയെക്കുറിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നത്, മാനവികതയെക്കുറിച്ച് നാട്ടുകാരോട് പ്രസംഗിക്കുന്നത്. എന്നിട്ടും അവരുടെ കൂടെ നടക്കുന്നവരെ ഞാൻ വിഡ്ഢികളെന്ന് വിളിക്കുന്നില്ല. നിങ്ങൾ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു, സ്വയം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വടക്കേ മലബാർ 40 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ ഹരിജൻ നേതാവും മുൻ ജില്ലാ കൌൺസിലറും സഹകാരിയുമായ കോയോൻ കണ്ണനെ പാപ്പിനിശ്ശേരിയിലെ തെരുവിലൂടെ നഗ്നനായി നടത്തിച്ചു ദളിത് സംരക്ഷണം. ഇപ്പോഴും ദളിത് സംരക്ഷണത്തെ കുറിച്ചാണല്ലോ അവർ വാചാലരായിക്കൊണ്ടിരിക്കുന്നത്. ദളിത സംരക്ഷണം, ദളിത പീഡനം, ഞങ്ങളാണ് ദളിതന്മാരെ ആകാശത്തോളം ഉയർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഈ പറയുന്നത്. കൊയ്യോൻ കണ്ണനെ പാപ്പിനിശ്ശേരിയിലെ തെരുവിലൂടെ പൂർണ്ണ നഗ്നനായി നടത്തിച്ചു. പാപ്പിനിശ്ശേരിയിലെ എന്റെ കുടുംബ വീട് മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടു. വീട് അപ്പാടെ ചുട്ടെരിഞ്ഞു. നിധി പോലെ ഞാൻ സൂക്ഷിച്ചിരുന്ന മാർക്സിയൻ സാഹിത്യകൃതികളും ഡയറി കുറിപ്പുകളും എല്ലാം ചാമ്പലായി. വീട്ടിൽ മാർക്സിന്റെയും ഏംഗൽസിന്റെയും ലെനിന്റെയും EMSന്റെയും പടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ EMSന്റെ പടം പുറത്തെടുത്ത് വെച്ചിട്ട് മറ്റുള്ളവ തീയിട്ടു. ഗുണ്ടകൾ എങ്ങനെയാണ് മാർക്സിനെയും ഏംഗൽസിനെയും ലെനിനെയും ഒക്കെ തിരിച്ചറിയുക? ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർ ഗുണ്ടകളായി അധപ്പതിച്ചിരിക്കുന്നു. അവർക്ക് മാർക്സിനെയും ലെനിനെയും ഒന്നും അറിയില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. എന്റെ ജാമാതാവ് പ്രൊഫസർ E കുഞ്ഞിരാമന്റെ തെങ്ങിൻ തോട്ടം നിശേഷം വെട്ടി നശിപ്പിച്ചു. CPM നേതാവ് VK രവീന്ദ്രന്റെ പയ്യന്നൂരിലെ ഗദ്ദിക ദിനപത്രത്തിന്റെ ഓഫീസും പ്രസും അഗ്നിക്കിരയാക്കി. സുദിനം പത്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. CMB നേതാവ് TV ഗോപാലന്റെ കാങ്കോലിലെ വീട് ആക്രമിച്ചു. SYF നേതാവ് M പവിത്രന്റെ ഇരിണാവിലുള്ള വീടിന് തീവെച്ചു. സമീപവാസികളായ സ്ത്രീകൾ സംഘടിച്ച് അക്രമികളെ ഓടിക്കുകയായിരുന്നു. AKG ആശുപത്രി സെക്രട്ടറി PK ശ്രീവത്സന്റെ പൊടിക്കുണ്ടിലെ വീട് ആക്രമിച്ച ഗുണ്ടകൾ ഫർണിച്ചറും മറ്റും എടുത്തുകൊണ്ടുപോയി. CMB നേതാവ് CA അജീറിന്റെ വീടിന് തീവെച്ചു.
CMB ജില്ലാ കമ്മിറ്റി ഓഫീസിന് തീവയ്ക്കുകയും ഓഫീസിലെ CMB എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നും വായിക്കണം, തെറ്റിദ്ധരിക്കരുത്, കോൺഗ്രസ് അല്ല. ഓഫീസിലെ മുഴുവൻ രേഖകളും ചുട്ടുചാമ്പലാക്കുകയും ചെയ്തു. മെമ്പർഷിപ്പ് ഇനത്തിൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 8000-ഓളം രൂപ കവർച്ച ചെയ്തു. കൂത്തുപറമ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ PV ബാലന്റെ ഹോട്ടൽ അടിച്ചു തകർത്തു. സാധന സാമഗ്രികൾ കൊള്ളയടിച്ചു. പാപ്പിനിശ്ശേരി വനിതാ സഹകരണ സംഘം, തലശ്ശേരി വാദ്യാൽപീടികയിലെ സഹകരണ സംഘം തുടങ്ങിയവ തകർക്കുകയും തീവയ്ക്കുകയും ചെയ്തു. CMB നേതാവ് KK നാണുവിനെയും മകനെയും അടിച്ചു പരിക്കേൽപ്പിച്ചു. EP കൃഷ്ണൻ നമ്പ്യാർ സ്മാരക UP സ്കൂൾ ആക്രമിച്ചു. തലശ്ശേരി ജൂബിലി കോംപ്ലക്സിൽ പ്രവർത്തിച്ച അബു ചാത്തുക്കുട്ടി സ്മാരക ഗ്രന്ഥശാലയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ചുരിയായി ചന്ദ്രൻ മാസ്റ്ററുടെ ഫീനിക്സ് കോളേജും പൂർണ്ണമായും ചുട്ടുചാമ്പലാക്കി. പെരിങ്ങോത്ത CMB നേതാവ് C കുഞ്ഞമ്പുവിനെ വധിക്കാൻ ശ്രമിച്ചു. സഖാവ് പിന്നീട് മരിച്ചു. എളയാവൂരിൽ CMB പ്രവർത്തകൻ ചന്ദ്രബാബുവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. പറശ്ശിനിക്കടവ് സർപ്പധ്യാനത്തിന് നേരെയും ആക്രമണം നടന്നു. മുമ്പ് അവിടെ നടന്ന ആക്രമണത്തിൽ ചുട്ടരിച്ച പാമ്പുകളുടെയും മറ്റു അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പ്രത്യേകം പ്രദർശിപ്പിച്ചിരുന്നു. ആ പേടകങ്ങൾ എടുത്തുകൊണ്ടുപോയി. പാമ്പിനെയും മുതലയെയും ഒക്കെ കത്തിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ അസ്ഥികൾ വരെ പെറുക്കിക്കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോനില നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. പരിയാരം മെഡിക്കൽ കോളേജ് ലൈബ്രറിക്ക് വേണ്ടി പണിത അലമാരകൾ, പുതുതായി വാങ്ങിയ ലക്ഷറി ബസ്, ഫർണിച്ചർ പണിയാനായി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന തടികൾ ഒക്കെ തീയിട്ട് നശിപ്പിച്ചു. ചില കോൺഗ്രസ് നേതാക്കൾക്കും അവരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായി. പയ്യന്നൂരിൽ കോൺഗ്രസ് നേതാവ് A നാരായണൻകുട്ടിയുടെ വീട് ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഭാര്യയുടെ ആഭരണങ്ങളും കൊച്ചുകുട്ടിയുടെ ഭണ്ഡാരപ്പെട്ടിയും ഉൾപ്പെടെ വിലപ്പെട്ട പലതും അക്രമികൾ കൈയടക്കി. കാസർഗോഡ് ജില്ലയിലും വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറി. പല നേതാക്കളുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു. കാഞ്ഞങ്ങാട് കുന്നുമ്മലിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് തീവെച്ച് റെക്കോർഡുകളും മറ്റും നശിപ്പിച്ചു. കൂത്തുപറമ്പ് സംഭവത്തിനും തുടർന്നുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് MV ജയരാജനും P ജയരാജനും ആയിരുന്നു. ഇതിൽ കൂടുതൽ ഒരു വിശദീകരണം ഇനി വേറെ എന്താണ് വേണ്ടത്? ഇത് പറഞ്ഞിരിക്കുന്നത് MV രാഘവന്റെ ആത്മകഥയാണ്. ഒരു ജന്മം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിപ്പോ കിട്ടാനുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് പ്രസിദ്ധീകരിച്ച് ഇത് വിവാദമായപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് അത് കൂടുതൽ മൊത്തത്തിൽ വാങ്ങിച്ച് ചുട്ടുകളഞ്ഞു എന്നൊക്കെ കേട്ടു. നേരാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും MV രാഘവനെ ചുടാൻ ശ്രമിച്ചിട്ട് ചുടാൻ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ചുട്ടുചാമ്പലാക്കിയവർക്ക് പുസ്തകം ചുടാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. MV രാഘവനോടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുള്ള വൈരാഗ്യം തീർക്കുവാൻ അദ്ദേഹം തുടങ്ങി എന്നൊരൊറ്റ കാരണത്താൽ ഈ പ്രാണികളെയും ജീവികളെയും ഒക്കെ പെട്രോൾ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ടുചാമ്പലാക്കിയ പ്രാകൃത ജന്മങ്ങൾക്ക് പുസ്തകം ചുടുവാൻ ഒരു മടിയും കാണില്ല. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഇതാ, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വരാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞത് എന്താണ്? മാനവികത സംരക്ഷിക്കുവാൻ, ജനാധിപത്യം സംരക്ഷിക്കുവാൻ, ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, വികസനം നടത്തുവാൻ ഒക്കെ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനൊക്കെ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ജനാധിപത്യം സംരക്ഷിച്ചത് എന്ന് ഇനി ഞാൻ വേറെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവർക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ അവർ ആക്രമിച്ച് നശിപ്പിച്ച് ജീവിക്കാനുള്ള ഉപായം കൂടി തകർത്തിട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ. മറ്റൊരാളെ അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഇത്രയും അസഹിഷ്ണുക്കളായ ഒരു ജീവികൾ, IS ഭീകരന്മാര് പോലും ഇത്രയും അസഹിഷ്ണുക്കളല്ല, ഇത്രയും ഭീകരവാദികളല്ല. കുടിവെള്ളത്തിൽ മലം വിസർജനം കൊണ്ടയിടുകയും ബാർബർ ഷോപ്പിൽ നിന്ന് ശേഖരിച്ച തലമുടി മനുഷ്യമാലിന്യങ്ങൾ കൊണ്ടയിടുകയും ചെയ്യുന്നത്ര നികൃഷ്ടരായ ഒരു കൂട്ടം ജനങ്ങൾ ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണ്. കണ്ണൂരിലൊക്കെ പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ, പ്രത്യേകിച്ച് RSSകാരുടെ വീടുകളൊക്കെ ആക്രമിക്കുമ്പോൾ കിണറിനകത്ത് കക്കൂസ് മാലിന്യം കൊണ്ടയിടും. അത് കോരി എടുക്കാനൊന്നും അവർക്ക് വിഷമമില്ല. അവരത് കഴിക്കാൻ കൂടി അവർക്ക് മടിയില്ല. RSSകാരനെ അപമാനിക്കുവാൻ വേണമെങ്കിൽ അമേദ്യം കഴിക്കുവാൻ കൂടി മടിയില്ലാത്തവരെ കമ്മ്യൂണിസ്റ്റുകാരൻ. അത്ര നികൃഷ്ട ജന്മങ്ങളാണ്.
ഇത്രയും അക്രമം കാണിച്ച് ഈ രാഘവനോടുള്ള വൈരാഗ്യം തീർക്കുവാനാണല്ലോ ഈ വെടിവെപ്പുണ്ടായതും 5 രക്തസാക്ഷികൾ ഉണ്ടായതും നിരവധി പേർ ആശുപത്രികളിൽ പരിക്കേറ്റ് കിടന്നതും ഇപ്പോഴും പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചു പാട്ടുപാടി നടക്കുന്നവരും. ആ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് അന്ന് വീണതാണ് ആ മനുഷ്യൻ. അന്ന് കിടക്കയിലായ ആ മനുഷ്യൻ പിന്നീട് ഇതുവരെ എഴുന്നേക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ ജീവിതാവസ്ഥ വെച്ച് പാട്ടുപാടി പണം പിരിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരന് മടിയുണ്ടായില്ല. ആ പുഷ്പനെ അറിയാമോ? ആ പുഷ്പനും ഈ 5 രക്തസാക്ഷികളും എന്തിനു വേണ്ടിയാണ് കൊല ചെയ്യപ്പെട്ടത്? എം വി രാഘവനെ കൊല്ലാനാണെങ്കിൽ പിന്നെ ആ എം വി രാഘവനെ വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത് ഇപ്പോൾ എന്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ സ്മാരകം CPM ഏറ്റെടുത്തത് എന്തിനാണ്? ആ എം വി രാഘവന്റെ മകനെ CPM സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനാണ്? ഈ രക്തസാക്ഷികൾക്ക് കിട്ടിയത് എന്താണ്? ഡിവൈഎഫ്ഐക്കാർക്ക് കിട്ടിയ മിച്ചം എന്താണ്? ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഉണ്ടാക്കിയതിന്റെ പേരിൽ വർഷാവർഷം അതിന്റെ ചുവട്ടിൽ പോയി പുഷ്പാർച്ചന നടത്തുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, വിപ്ലവാഭിവാദ്യം അർപ്പിക്കുന്ന, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാർക്ക് അല്പമെങ്കിലും മാനാഭിമാനമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പൗരുഷം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൃത്തികെട്ട പാർട്ടിയെ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവായി ഈ ചരിത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചതിയിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം, നിങ്ങൾ മോചിതരാവണം. നിങ്ങൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അടിമകളാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.